വെൽക്കം ഫ്രണ്ട്സ്, നമസ്കാരം, വണക്കം. ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് ആപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ അപർണ കെ ഷാജി പുള്ളിക്കാരിക്ക് ഏതാണ്ട് 1 മില്യൺ ഫോളോവേഴ്സിനടുത്തുണ്ട്. പക്ഷേ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഫോളോയിങ് വന്നിട്ട് 0 ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഫ്രണ്ട്സ് ആപ്പിനെ പറ്റിയിട്ട് കുറച്ച് റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാൽ മതി, പറയുകയും വേണ്ട. പിന്നെ അപർണ ഷാജി മാത്രമല്ല, ഇതിൽ അടുത്ത് വന്നിട്ട് ഇന്ദ്രജിത്ത് ലോഗി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനും ഈ ആപ്പിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്നൊന്നും കണ്ടു നോക്കൂ. ജ്യൂസ് കുടിക്കാൻ പോകും. രാവിലെ പോയ കൂട്ടുകാരന്മാരുടെ ഒപ്പം ആയിരിക്കില്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് പുറത്തു പോവുക. എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്മാരുടെ ഒപ്പം ഉള്ള നിമിഷങ്ങളിൽ അതൊക്കെ പെട്ടെന്ന് മറക്കും. എവിടെയെങ്കിലും പോയി പെട്രോൾ കഴിഞ്ഞ് നിന്നാൽ, അതുപോലെ തന്നെ വണ്ടി കംപ്ലൈന്റ് നിന്നാൽ ആദ്യം വിളിക്കുന്നത് കൂട്ടുകാരന്മാരനെ ആയിരിക്കും, അല്ലാതെ വീട്ടുകാരനെ ആയിരിക്കില്ല. എനിക്ക് ഉറക്കമില്ലെങ്കിൽ രാത്രി കൂട്ടുകാരനെ കൊണ്ട് എവിടെയെങ്കിലും പോകും. വല്ല മൂഡ് ഓഫ് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിച്ചു പറയാൻ ഒന്നല്ല, 1000 കൂട്ടുകാരന്മാരുണ്ട്. സൗഹൃദങ്ങളെല്ലാം പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില്. സുഹൃത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണത്. സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു ആപ്പ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം വളരെ കുറവാണ്. കണ്ടാലും വന്ന് ഏതോ ഒരു സിനിമയിലോ സീരിയലിലത്തെയോ സ്കിറ്റ് പോലെ കാണും. അതായത് അത്രയ്ക്ക് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ കൂടിച്ചേർന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ പറയുന്നത് കൂട്ടുകാർക്ക് യാതൊരു ക്ഷാമവുമില്ല, 1000-ലധികം കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകുന്ന ട്രാക്ക് എവിടേക്കാണെന്ന് മനസ്സിലായോ വീഡിയോ കണ്ടപ്പോഴേക്കും? അത് എത്തിച്ചേർന്നത് വന്ന് ഫ്രണ്ട്സ് ആപ്പിൽ തന്നെ. ഈ തെറ്റായ രീതിയിൽ പെരുമാറുന്നവരൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വഴിയൊക്കെ ഉണ്ട്. പല കാര്യങ്ങളും ആളുകളെ മിസ്ലീഡ് ചെയ്യാനായിട്ടൊക്കെ ഓരോന്നൊക്കെ പറയുന്നു. അതിൽ ചെന്ന് വീഴുന്നവർ അറിഞ്ഞായാലും അറിയാതെയും ധാരാളം പേര് ഇതിൽ ചെന്ന് ചാടുന്നവരുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു തരം ഡേറ്റിംഗ് ആപ്പാണ്. അത് ഫ്രണ്ട്സ് ആപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ ഓൺലൈൻ ചാറ്റിങ്ങും കൂട്ടുകാരെ കിട്ടും അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സാധാരണ ഒരുപാട് വീട്ടമ്മമാർ ഇതൊക്കെ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇതിൽ ചെന്ന് ചാടാറുണ്ട്. മിക്കവാറും എല്ലാ ഷോർട്സിലും അടുത്തിടെ ഈ ഫ്രണ്ട്സ് ആപ്പിനെ കുറിച്ച് പ്രൊമോ വീഡിയോസൊക്കെ കാണാറുണ്ട്. പിന്നെ ഇതിനോട് അനുബന്ധിച്ച് ഇന്ദ്രജിത്ത് ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. പുള്ളിക്കാരൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആരെയും പറ്റിക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തതല്ലെന്നും, കാരണം ഇതുപോലെ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒക്കെ പോലെ ഒരു ചാറ്റിംഗ് ആപ്പായിരുന്നു, ഇത് ഫ്രണ്ട്സ് ആപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് ലീഗലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചെയ്തു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ പരസ്യമായിട്ട് ഇവിടെ മാപ്പ് പറയുന്നുണ്ട്. സാധാരണ ഫ്രണ്ട്സ് ആപ്പ് പോലെയുള്ള ആപ്പുകളൊക്കെ പ്രൊമോ ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. ആൾക്കാരെ ഈ ആപ്പിലോട്ട് ആകർഷിച്ച് കൊണ്ടുവന്ന് പറ്റിച്ച് കാശ് സമ്പാദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കുറേ വോയിസ് ക്ലിപ്പിങ്സ് ഒക്കെ കേൾക്കാനിടയായി. അത് കുറച്ച് കേൾക്കുമ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് ഏതാണ്ട് ഒരു ധാരണ കിട്ടും. ആദ്യം കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇവര് തന്നെ കേറുമ്പം തന്നെ പറയും സെക്ഷലി ടോക്ക് പാടില്ല, ഐഡീസ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവര് ഇൻഡയറക്റ്റ്ലി ഇതിനെ സപ്പോർട്ടുമാണ്. ഇവര് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരും, ഇത്ര മണിക്കൂർ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. അതിനകത്ത് 80+ ടോക്ക് ഇടയ്ക്ക് ചെറുതായിട്ട് കുത്തി നിറച്ച് തരും. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും വിളിക്കുന്നവരുണ്ട്. ബ്രോയുടെ വീഡിയോയിൽ പറയുന്നു ഈ പഠിക്കുന്ന പിള്ളേരാണെന്ന്. അല്ല ബ്രോ, മാരേജ് കഴിഞ്ഞ 30 മുതലുള്ള ലേഡീസാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രശ്നം. എൻ്റെ ഒരു അറിവിലാണ്. അതുപോലെ തന്നെ ഗൾഫിലുള്ള കുറേ ചേട്ടന്മാരുണ്ട്. അവർക്ക് വൈഫിനെ കൂടാതെ എക്സ്ട്രാ ഒരു ബെസ്റ്റി, മീൻസ് വൈഫ് അറിയാതെ കൊണ്ട് നടക്കാൻ ഒരാൾ വേണം. എൻ്റെ അടുത്ത് കോളിൽ വന്ന് സംസാരിച്ചതാണ്, നിനക്ക് ഇതിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തരാം, നിന്റെ വാട്സപ്പ് നമ്പർ എനിക്ക് തന്നു. പക്ഷേ ജെൻസ് 1 മണിക്കൂറൊക്കെ സംസാരിച്ചാൽ ഒരു 70-80 രൂപയൊക്കെ കിട്ടുക. പിന്നെ ആ 1 മണിക്കൂറിന് ജെൻസിന് എത്ര 700-800 രൂപ റീചാർജ് ചെയ്യണം. ലേഡീസിന് കിട്ടുന്ന പൈസ 80-90-100 രൂപ തികച്ചിട്ടില്ല. കാരണം ഒരു മിനിറ്റിന് 1 രൂപ പോലും ഇല്ല. അപ്പോൾ കണക്ക് കൂട്ടിയിട്ട് അപ്പോൾ 1 മണിക്കൂറിന് എത്ര പൈസ ഉണ്ടെന്ന്
രൂപ വെച്ച് 1 രൂപ മിനിമം വെച്ച് കൂട്ടി നോക്കും. അതും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഗോൾഡ് ബാഡ്ജ് എന്നുള്ള തരില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് മണിക്കൂറാണ് സംസാരിച്ചാലും മിനിമം 6-7 മണിക്കൂർ സംസാരിച്ചോണ്ടൊക്കെ ഗോൾഡിൻ്റെ ബാഡ്ജ് കിട്ടുള്ളൂ. അതും ഒരാഴ്ചയിൽ ഒരിക്കലും ആ ബാഡ്ജ് ചേഞ്ച് ആക്കുള്ളൂ. അതുവരെ നോർമൽ ബാഡ്ജ് ആണെങ്കിൽ ആ ബാഡ്ജ് തന്നെ തരുള്ളൂ. ഗോൾഡ് ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആ കോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പിൽ കയറിയിട്ടില്ലെങ്കിൽ ഗോൾഡ് ബാഡ്ജ് അവർ പെട്ടെന്ന് നീക്കം ചെയ്യും. അപ്പോൾ സ്ഥിരം 24 മണിക്കൂർ അതിൽ കുത്തിയിരുന്ന് സംസാരിക്കുന്നവർക്കൊക്കെ ഗോൾഡ് ബാഡ്ജ് ഒക്കെ ഉണ്ടാവും. പൈസയും കിട്ടും, 1.5 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഈ സംസാരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാർ, റീചാർജ് ചെയ്യുന്നവരും പൊട്ടന്മാർ. ആപ്പിൻ്റെ ഓണർമാർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. അതാണ് സംഭവം. അങ്ങനെ ഉണ്ടാക്കിയിട്ടല്ലേ ഇവർ ഈ പൈസത്തിനൊക്കെ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നത്. ഒരു ഗ്രൂപ്പുണ്ട് ഈ ഫ്രണ്ട് ആപ്പിലെ ലേഡീസിനോട് ജെൻസിനോട് ഇങ്ങനെ സംസാരിക്കണം, ലേഡീസ് ഇങ്ങനെ സംസാരിക്കണം, അവരങ്ങനെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് നിർത്തണം. കാരണം അവരുടെ പൈസ അങ്ങനെ ഇതാക്കണമല്ലോ, തീർക്കണമല്ലോ. അങ്ങനെ ലേഡീസ് ഇവിടെ കിടന്ന് തൊണ്ടയൊക്കെ വെള്ളം വറ്റിക്കാം. ഇവരുടെ പൈസ ജെൻസിന്റെ പൈസയും പോകുന്നുണ്ട്, ആണുങ്ങളുടെ പൈസയും പോകുന്നുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. കാരണം എന്തെല്ലാം പറഞ്ഞ് പിടിച്ച് നിർത്തുക ഈ റോസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടാണ്. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയണത്? ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പറഞ്ഞാൽ മതി. പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ എത്രയോ ആൾക്കാർ കുറച്ച് പൈസ കൂട്ടുന്ന പറയുന്ന ആൾക്കാരുണ്ട്. കാരണം സംസാരിച്ച് മടുത്തിട്ടാണ് ഈ പൈസ ഉണ്ടായിരുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പൈസ. തീരെ നിവർത്തില്ലാത്തവരൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവർ ഈ പുരയിലിരിക്കുന്ന ഒന്നുമില്ലാത്ത ജോലിയൊന്നുമില്ലാത്ത കുറേ സ്ത്രീകളാണെങ്കിൽ കൂടുതലുണ്ടാകുക. ഇതൊക്കെ കേട്ടപ്പോഴേക്കും കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടിക്കാണും. പിന്നെ ഈ ഫ്രണ്ട്സ് ആപ്പ് വഴി ധാരാളം പേര് ഇങ്ങനെ അതിൽ കയറിയിട്ട് അത് പൈസ കിട്ടുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്ര ഫ്രണ്ട്സിനെയൊക്കെയാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയതെന്നൊക്കെ ആരും പറയാറില്ല. മാത്രമല്ല ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, പണമൊക്കെ എന്ത് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും വെളിപ്പെടുത്താറില്ല. മാത്രമല്ല ഈ ആപ്പിനെ കുറിച്ചിട്ട് അനു മാത്യു എന്ന് പറയുന്ന ഒരു ചാനൽ പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് പുള്ളിക്കാരിയുടെ ചാനലിൽ ചെന്ന് നോക്കിയാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. ഇത് കുറേ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം അതിൽ എന്താണെന്നുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം. അവരൊരു ലൈൻ തരും, അത് നമ്മൾ വോയിസ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ കൊള്ളാം, ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഇംപ്രസ്ഡ്. അങ്ങനെ പിന്നെ ഇതിനകത്തോട്ട് കയറുന്നു. അങ്ങനെ ഓരോരോ ഫീച്ചേഴ്സ് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ പ്രൈവറ്റ് ട്രെയിനിങ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതിലേക്ക് കയറി ജോയിൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഓഡിയോ വീഡിയോ ഉണ്ട്. അപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പുരുഷ ശബ്ദം. അപ്പോൾ അതിന് ഭയങ്കര ഫലവശപ്പെട്ടിട്ടൊക്കെ ഒരു സൗണ്ടായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിങ്ങനെ നമ്മളോട് വന്നിട്ട് ഹലോ അല്ലെങ്കിൽ ആരാ എന്താണെന്നല്ല, ഒരു ശബ്ദം കിട്ടുന്നു വന്നിട്ട് എവിടെയാ എന്തെടുക്കാം അങ്ങനെയൊക്കെ ഒരു സംഭവം. ഞാൻ കട്ട് ചെയ്ത് പിന്നെ ഫ്രണ്ട് റേഡിയോ അങ്ങനെ എന്തോ സംഭവം. അപ്പൊ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഫ്രണ്ട് മേക്കിംഗ് റൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് നാൾ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർജി ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യാം. ആർജി ആയി കഴിഞ്ഞാൽ നമുക്ക് റൂംസ് ഹോസ്റ്റ് ചെയ്യാം. അവിടെ വളരെ അടിപൊളിയായിട്ട് നല്ല ടാലന്റഡ് ആയിട്ട് റൂംസ് ഹോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സുഹൃബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഫ്രണ്ട് മേക്കിങ്ങിൽ പോകുമ്പോഴത്തേനും നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ടാലന്റ് ഉള്ള പിള്ളേരാണ് ഇവർക്ക് റേഡിയോസിലോ അല്ലെങ്കിൽ മീഡിയാസിലോ ഒക്കെ ട്രൈ ചെയ്യുന്നത്. അത്രയും ജെനുവിനായിട്ട് എഫോർട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇഷ്യൂ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് റൂം ട്രെയിനിങ്ങിലാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഈ സംഭവം കിടക്കുകയാണല്ലോ, ഇത് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് പോയി. അപ്പൊ അതിനകത്തോട്ട് ചെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും സംസാരിച്ച് നോക്കാം, ഇവരടുത്ത് ചോദിക്കാൻ എന്താ സംഭവം എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ അന്നൊരു കോൾ കണക്ട് ആയി. ഞാനൊരു പയ്യനടുത്ത് സംസാരിച്ചു. അപ്പൊ ആ പയ്യൻ അബ്രോഡാണ്, മെന്റലി ഭയങ്കര വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ ആ പയ്യന്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സിറ്റുവേഷനിലാണ് ലൈഫിൽ എന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ ഞാൻ വെറുതെ വിഡ്രോ കൊടുത്ത് നോക്കി. അപ്പോൾ 2 രൂപ GST എടുത്തിട്ട് 24 rupees ക്രെഡിറ്റ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ ഒന്നുകൂടി ഇംപ്രസ്ഡ്. പെട്ടെന്ന് നമുക്ക് UPI വഴി വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ സൂപ്പർ, നല്ല ആപ്പ്, ഇവർ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണല്ലോ എന്നൊക്കെ തന്നെ ഞാനും ചിന്തിച്ച് ഞാൻ എന്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള 2-3 പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു, നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടോ, നല്ല രസമുണ്ട്, നമുക്ക് അതിനൊപ്പം ഏർണിംഗും കിട്ടും, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ഈ പ്രശ്നം വന്നപ്പോ ഇത് റിലേറ്റഡ് ആയിട്ട് വന്ന വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് എനിക്ക് ഇൻബോക്സിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി എന്റെ അനുഭവത്തിലേക്ക് വരാം. വേറൊരു ദിവസം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ആപ്പിനകത്ത് കയറിയപ്പോൾ ഫ്രണ്ട് മേക്കിംഗ് റൂമിൽ പോയിട്ട് ഞാൻ ഈ ആപ്പിൽ എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെല്ലാവർക്കും ഇക്വാലിറ്റി സംസാരിക്കുന്ന ആളല്ലേ, പക്ഷെ ഈ ആപ്പിൽ എന്തുകൊണ്ട് ഈ ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് മേടിച്ച് പെൺകുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പോകുന്നു പെൺകുട്ടികൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. വൈ? അപ്പൊ ഇത് ഞാൻ ഈ ഫ്രണ്ട് മേക്കിംഗ് റൂംസിൽ കയറിയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവിടെയുള്ള ആൺകുട്ടികളുടെ പുരുഷന്മാര് നിങ്ങളെങ്കിലും നമുക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയം ഞാൻ അവിടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രൈവറ്റ് റൂം ട്രെയിനിങ്ങിൽ വന്ന സമയത്ത് ഞാൻ അന്ന് 3 പേരെടുത്ത് സംസാരിച്ചു. അന്ന് ഞാൻ അവിടെ സംസാരിക്കാൻ കുതിരിക്കാനുള്ള പ്രധാന സാധാരണ ഇങ്ങനത്തെ ആപ്പൊക്കെ പ്രൊമോ ചെയ്യാനായിട്ടൊക്കെ ഈ പ്രൊമോ ചെയ്യുന്ന ആപ്പിൻ്റെ ഉടമകൾ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ പണം ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇത് അപർണ മാത്രമല്ല ധാരാളം പേര് ഇതുപോലുള്ള വീഡിയോസിൻ്റെയൊക്കെ പ്രൊമോ ചെയ്യാറുണ്ട്. പിന്നെ
പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിലൊക്കെ കയറി വീട് വാങ്ങിച്ചു, വണ്ടി വാങ്ങിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം വീട്ടിലോട്ട് തിരിച്ചു കയറുമ്പോഴായിരിക്കും കുടുംബകലഹം ഉണ്ടാക്കാനായിട്ട് ഇതൊരു വഴി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ആപ്പിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വീഡിയോസ് ഇതിൽ പതിയിരിക്കുന്ന ചതികളെക്കുറിച്ചിട്ടും അപകടങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടിട്ടും പിന്നെയും അറിഞ്ഞോ അറിയാതെയോ പലരും ഈ ആപ്പിൽ അബദ്ധത്തിലുമൊക്കെ ചെന്ന് ചാടാറുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്താ പറയുന്നതെന്നൊക്കെ വെച്ചാൽ ഇത് ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നവരും ഉണ്ടാകും, ആവശ്യമുള്ളവർ പോകട്ടെ, അല്ലാത്തവർ പോകണ്ട, അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയ കാര്യമാക്കാൻ എന്തിരിക്കുന്നു എന്ന് കമൻസിലൂടെ ചോദിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് അറിയാത്ത ധാരാളം ഈ വീട്ടമ്മമാർ ഉൾപ്പെടെ ഉള്ള ഈ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ഇതെന്താണെന്ന് മനസ്സിലാകാതെ ഇതിൽ ചെന്ന് ചാടുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു മുന്നറിയിപ്പായിട്ട് മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാം അറിയാവുന്നവരും ഇതൊരു എന്താ പറയുന്നത് ഡേറ്റിംഗ് ആപ്പാണെന്നൊക്കെ പറഞ്ഞു. ഡേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്കും മിക്കവാറും എല്ലാവർക്കും അത് കാര്യം എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറയാം, ഈ ചാറ്റിങ്ങിലൊക്കെ വഴി കമ്പി വർത്തമാനങ്ങൾ, ഈ മോശപ്പെട്ട സംസാരങ്ങളുമൊക്കെ ഉള്ള ഒരു പരിപാടിയൊക്കെയാണ് ഈ ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ധാരാളം അതിനകത്ത് പോകാറുണ്ടെങ്കിലും പൊതുവെ പലരും അറിയാതെ ചെന്ന് അബദ്ധത്തിൽ ചാടാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് വഴി ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇതിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു ആപ്പിനെ കുറിച്ചിട്ട് ഈ പ്രൊമോ വീഡിയോസിലൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസോ അതിൻ്റെ പ്രവർത്തനം എന്താണെന്നോ അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എന്താ കാര്യം എന്നുള്ളതിൻ്റെ യാതൊരു വിശദീകരണവും ഈ പറയുന്ന ആൾക്കാർ ഒന്നും അതിനെക്കുറിച്ചിട്ട് പറയാറില്ല. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിൽ അകത്ത് കയറിയാൽ ഇതിൻ്റെ വരും വരായികകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ളൊരു അറിവിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൽ അനുഭവമുള്ളവർ ധാരാളം പേരുണ്ടാകും. അങ്ങനെയുള്ളവർ അവരുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് തുറന്ന് ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.